കയ്യിലിരിപ്പിന്റെ അല്ലേ കിട്ടിയത്? പിന്നെ ഞാനും കൂടെ കാരണക്കാരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ബുദ്ധിമുട്ടുന്നാണ്ട് കഞ്ഞി എടുത്തു തന്നത്. അല്ലാതെ നിങ്ങൾ ചെയ്തോന്നും ഞാൻ മറന്നിട്ടല്ല. ഞാനൊന്നും മറക്കാനും പോകുന്നില്ല. സമാധാനായി. ഏട്ടാ, എന്ത് കണ്ണുചോരില്ലാത്ത സ്ത്രീയാ അല്ലേ? ഏട്ടൻ ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ അവരിങ്ങനൊക്കെ പറയാവോ? ഏട്ടന് വേണമെങ്കിൽ പ്രകാശ് ഏട്ടനോടോ അല്ലെങ്കിൽ മാളൂനോടോ കഞ്ഞി ഒരു തരാൻ പറഞ്ഞൂടായിരുന്നോ? ഒരാവശ്യമില്ലാതെ ഇവരുടെയൊക്കെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വന്നില്ലേ? ഒന്നുമില്ലെങ്കിൽ ഏട്ടന് എന്നോട് പറഞ്ഞൂടെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരില്ലേ? ഞാൻ കുടിച്ച കഞ്ഞിപ്പാത്രേ ആവണി കഴുകി വെച്ചാണില്ല. നീ പോയി കഴുകി വെച്ചേരി. പിന്നെ നിങ്ങളുടെ ഏച്ചിപാത്രം കഴുകല എന്റെ പണി. അങ്ങനെ തീരെ വെറുപ്പൊന്നുമില്ല. അങ്ങനെ അത്ര വെറുപ്പുണ്ടായിരുന്നെങ്കിൽ നീ കഞ്ഞി കോരിത്തരൂ. ആൾക്കുള്ള കാര്യം നോക്കി പോയാ പോരെ. അവൾക്ക് എന്നോട് ദേഷ്യമാണോ? വെല്ലിച്ചൻ കള്ളം പറഞ്ഞതിന്റെ ദേഷ്യം. എന്തൊരവസ്ഥയാണോ എന്തോ. ഒരാളും എന്നെ വിശ്വസിക്കണില്ല. വിശ്വസിക്കണില്ലെങ്കിൽ വിശ്വസിക്കണ്ട. ഇവിടെ ഒരാളും വിശ്വസിക്കാതിരുന്നപ്പോ ആകെ വിശ്വസിച്ച ഞാൻ മാത്ര. അതച്ഛൻ മറക്കരുത്. എന്നിട്ട് ഞാനിപ്പോ കുറ്റക്കാരിയായോ? അച്ഛൻ പറയുന്ന കാര്യങ്ങളൊന്നും മാച്ച് ആവുന്നില്ല. അതുകൊണ്ടാ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഞാനിങ്ങ് നിർത്തിയത്. ഇപ്പൊ നിന്റെ വിശ്വാസം പോയി ഞാൻ എന്ത് ചെയ്തെന്നാണ്? ഞാൻ മായമ്മയോട് ചോദിച്ചു. മായമ്മ പറയുന്നത് പൈസ കൊണ്ട് വച്ചത് മായമ്മ അല്ലെന്നാ. മായമ്മ ഇതൊക്കെ ചെയ്തെങ്കിൽ മായമ്മ ഇവിടെ നിൽക്കുവോ? എപ്പോഴും രക്ഷപ്പെടത്തില്ലായിരുന്നോ? തെറ്റൊന്നും ചെയ്യാത്തോണ്ടല്ലേ മായമ്മ ഇവിടെ നിൽക്കുന്നതും അമ്മയോട് സംസാരിക്കുന്നതും. 14 വർഷം നിന്നെ വളർത്തി ഞാൻ പറഞ്ഞ എനിക്ക് വിശ്വാസമില്ല. ആ മായമ്മ അതല്ലേ? നീ അവരെ വിശ്വസിക്കും. ആര് പറഞ്ഞു വേണ്ട? നീ ബാക്കിയുള്ളവര് പറയുന്നത് വിശ്വസിക്കും അല്ലേ? പൊടി ഓ അവൾക്ക് അവളുടെ അച്ഛനെ വിശ്വാസമില്ല. എല്ലാവരും പറയുന്നതാണ് അവൾക്ക് കാര്യം.
ചേച്ചി, ഇനി നിനക്കെന്താ വേണ്ടേ? വെല്ലിച്ചൻ പറയുന്നതിലും കാര്യമില്ലേ? നമ്മള് വിശ്വസിക്കേണ്ട വെല്ലിച്ചനല്ലേ, അല്ലാതെ മായമ്മയല്ലല്ലോ. വെല്ലിച്ചനാ കള്ളം പറയുന്ന നമുക്ക് ഉറപ്പൊന്നുമില്ലല്ലോ. മായമ്മ കള്ളം പറയുന്നെങ്കിലോ? പാവം വെല്ലിച്ചൻ ഇടികൊണ്ട് പഞ്ചറായിരിക്കുക. അപ്പൊ നമ്മളല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്? നമ്മളും വഴക്കിട്ട അച്ഛനും അമ്മയും ഒരിക്കലും ഒന്നിക്കാൻ പോകില്ല. വാ ചേച്ചി, അച്ഛനോട് സംസാരിക്കേ. വാ ചേച്ചി. അച്ഛാ, എന്താ? സോറി. എന്തിന്? എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ കാണുന്നതും കേൾക്കുന്നതെല്ലാം അച്ഛനെതിരെയുള്ള കാര്യങ്ങളല്ലേ, അതുകൊണ്ട് പറ്റിപ്പോയതാ. സോറി. ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ട് അച്ഛാ. എനിക്ക് അച്ഛനെ വിശ്വാസാ. മാളു, ഈ മായ ഇല്ലേ പഠിച്ച കല്യാണ്. അവളെ പെട്ടെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും വഴി കാണാം അച്ഛാ. മായമ്മയുടെ മുന്നിൽ ഇമോഷണൽ ട്രാക്ക് വർക്ക് ആവുന്നുണ്ട്. അതേ പിടിച്ച് ഞങ്ങൾ കയറിക്കോളാം. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. വെല്ലിച്ചന്റെ റൈറ്റ് ഹാൻഡിലല്ലേ പരിക്ക് പറ്റിയത്, അപ്പൊ എങ്ങനെ ഫുഡ് കഴിക്കും? എനിക്ക് നാവണി കഞ്ഞി കോരുത്തുന്നു. അപ്പൊ നിങ്ങൾ കോംപ്രമൈസ് ആയോ? ഭക്ഷണം തന്നൂന്നും പറഞ്ഞേ എല്ലാം ക്ഷമിച്ചെന്ന് കരുതി എപ്പോഴും പുറകെ ചെല്ലണ്ടെന്നും പറഞ്ഞു. ആ, ഇപ്പൊ ശരി. ഞാൻ വിചാരിച്ചു നിങ്ങൾ കോംപ്രമൈസ് ആയിന്ന്. പക്ഷെ ചെറിയ പ്രതീക്ഷയുണ്ട്. അവള് മൊത്തത്തിൽ എന്നെ അങ്ങനെ വെറുത്തിട്ടില്ല. ഈ കൈ ഞാൻ കുറച്ചു ദിവസവും കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കും. എന്നിട്ട് ഞാൻ ആദ്യം പിടിച്ച് കയറും. പിടിച്ചു കയറുന്നതൊക്കെ കൊള്ളാം, മറ്റേ കാര്യം കൂടി ഒടിയരുത്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ പറയണ്ട കേട്ടാ. ഇല്ലച്ചാ, നമുക്ക് ഇതീ പിടിച്ച് കയറാം. ഞാൻ വേണേ സഹായത്തിന് പ്രകാശനെയും കൂടി കളിക്കാം. അയ്യോ, എന്തിന്? അതൊന്നും വേണ്ട, നമ്മൾ ഇത്രയും പേര് മതി. അച്ഛാ, കൊച്ചച്ഛനെ വിശ്വസിക്കാം. അയ്യോ വേണ്ട, എനിക്ക് അവനെ നല്ല വിശ്വാസം. തൽക്കാലം നമ്മൾ മാത്രം മതി. അവളുടെ ഒരു ആഗ്രഹമല്ലേ അമ്മ, അവള് പോയിട്ട് വരട്ടെ. ഇത്രയും കാലം ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ച കൊച്ചല്ലേ. ആ, ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ, കൂട്ടുകാരൊക്കെ ഉണ്ട്. ചെറിയ കുഞ്ഞൊന്നും അല്ലല്ലോ. അതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞോളാം. പക്ഷെ അമ്മ വെറുതെ ടെൻഷൻ ആവണ്ടെന്നേ, ഞാൻ എല്ലാം ചോദിച്ചിട്ടേ വിടുള്ളൂ. ആ 2 ദിവസത്തെ കാര്യമല്ലേ, എന്തായാലും അവള് പോയിട്ട് വരട്ടെ. ആ, അച്ഛനെവിടെ അമ്മ? ശരി, എന്നാ വരുമ്പോ അന്വേഷിച്ചതായി പറഞ്ഞേക്ക്. ശരി. എന്തായി ചേച്ചി? ഒരു വിധത്തിൽ അമ്മ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടുന്ന് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തിരിച്ചു വന്നേക്കണം. മനസ്സിലായോ? ഓ ശരി. അമ്മയെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അതായിരുന്നല്ലോ നിന്റെ കയ്യിലിരിപ്പ്. എന്നൊന്ന് വിശ്വസിക്ക് ചേച്ചി, ഞാനല്ലേ പറയണേ. ആ, നീ ആയതാ പ്രശ്നം. ഇതേ പെണ്ണെ, കുരുത്തക്കേടൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് പോയ പോലെ തിരിച്ചിവിടെ വന്നോളണം. ആ, ആലോചിക്കട്ടെ. എന്തോ ഇതാരാ ഇത്? അങ്ങനെ ഞാൻ തിരിച്ചെത്തി കൊച്ചേ. എല്ലാരും ഉണ്ടോ? എല്ലാരും ഉണ്ടോ? മോഹൻ എങ്ങനെയുണ്ട്? ആ, വലിയ കുഴപ്പമില്ല. മോഹനേട്ടന് കിട്ടേണ്ട അടി തന്നെ കിട്ടിയത്. പക്ഷെ അജ്ഞാതനാരാന്ന് ആർക്കും അറിയില്ല. സുധ ചേച്ചിക്ക് അറിയോ ചേച്ചി സഹായിച്ച ആളെ? എവിടുന്ന്? ഞാൻ എപ്പോഴാ അറിയുന്നേ? അവൾ എന്റെ അടുത്ത് പറഞ്ഞപ്പോഴല്ലേ ഞാൻ അറിയുന്നേ അവളെ ആരാ സഹായിക്കുന്നെന്നോ. ആ, എനിക്കറിയത്തില്ല. ആവണി, എന്നാലും അത് ആരായിരിക്കും?
അതെന്തായാലും ചേച്ചി പറയാൻ പോണില്ല. മുഖം കണ്ടില്ല എന്നാ ചേച്ചി പറയണേ. സാരമില്ലടോ, നമുക്ക് കണ്ടുപിടിക്കാം. ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഓ, നിങ്ങൾ കണ്ടുപിടിക്കും. ഓ ചേച്ചി വാ ചേച്ചി, വാ. വാടി. മായാവതി, കുറെ ആയല്ലോ കണ്ടിട്ട്. എങ്ങനെ കാണാനല്ലേ? എനിക്കാണെങ്കിൽ വയനാട്ടിലോട്ട് ട്രാൻസ്ഫർ പോയി. ഞാൻ ഈ നാട്ടിൽ നിന്നും മാറി നിൽക്കണമെന്ന് വിചാരിച്ചത് തന്നെയായിരുന്നു. എന്തായാലും കറക്റ്റ് സമയത്താണ് എനിക്ക് ട്രാൻസ്ഫർ ഒപ്പിച്ചു തന്നത് മായാവതി. നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടിയോണ്ട് എനിക്ക് നാടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് റിലാക്സ് ആവാൻ പറ്റി. അത്രയ്ക്ക് ടെൻഷനായിരുന്നേ. ഇനി വേണം ഒന്ന് കളത്തിലേക്ക് ഇറങ്ങാൻ. കാണാം. നീ എന്താടി എന്നെ വെല്ലുവിളിക്കാൻ വന്നാണോ? യോ, ഞാനോ വെല്ലുവിളിക്കാനോ? ശേ, അതിന് മാത്രമുള്ള ആളുണ്ടോ ഞാൻ മായാവതി? ഞാനൊരു പാവം സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ. നിങ്ങൾ അങ്ങോട്ട് തട്ടുമ്പോ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് തട്ടുമ്പോ ഇങ്ങോട്ട് വരണം. ഞാനൊക്കെ വെല്ലുവിളിക്ക എന്തൊക്കെയാ പറയുന്നേ? ആവണി, എന്തോ നീ അല്ലേ പറഞ്ഞു നിന്നെ ഏതോ അജ്ഞാനം സഹായിക്കുന്നുണ്ടെന്ന്? നിനക്ക് ആളെ അറിയാമെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഇവർക്ക് രണ്ടെണ്ണം കുടിപ്പിച്ചുകൂടായിരുന്നു. അയ്യോ, മായമ്മയ്ക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട് ചേച്ചി. ആണോ? പിന്നെ അത് വെറുതെ ഉണ്ടായ മാറ്റമൊന്നുമല്ല ചേച്ചി. മോഹനേട്ട് പണിയെടുത്ത ആളെ ഇവർക്ക് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതിന്റെ പേടിയാ. ഞാൻ ആരോടും പറഞ്ഞില്ല. അതെ, കിഷോറേട്ടൻ നോക്കി പഠിപ്പിക്കണ്ട. ഇതൊക്കെ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. നീ നേരത്തെ എന്താ പറഞ്ഞേ? പണി കിട്ടിയെന്നോ? ശരിക്കും കിട്ടിയെങ്കിൽ നന്നായി പോയി. നിങ്ങൾ എന്താ വിചാരിച്ചത്? എന്നെ ഇവിടുന്ന് സ്ഥലം മാറ്റിക്കഴിഞ്ഞാൽ ഇവളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ലെന്നോ? ആരും ഇല്ലാത്തവരെ സഹായിക്കാനായിട്ടേ ദൈവം ആരെങ്കിലും ഒക്കെ ഇറക്കും. മോഹൻ അറിയാതെ ഇല്ലേ? മോഹന അറിഞ്ഞൂടെ? ആ, അഞ്ജുവിന് പണിയൊന്നും കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഞാനിപ്പോ മൊത്തത്തില് മാറി ചേച്ചി. ഞാനേ ഇപ്പൊ ഒരു വാക്കുകൊണ്ട് പോലും ഏട്ടത്തെ നോവിക്കാറില്ല. ശരിക്കും കൊള്ളം. സത്യമാണോ അവണി? അതിന് അഞ്ജുവിനെ ഞാനൊരു പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല ചേച്ചി. എനിക്ക് ഈ വീട്ടിൽ നേരം പോക്കിനുള്ള ഒരു വസ്തു. വസ്തുവോ? എനിക്ക് എന്തേലും ഒരു ടൈം പാസ് ഒക്കെ വേണ്ടേ അഞ്ജു? ആവണി പറഞ്ഞതുപോലെ നിങ്ങൾ നന്നായെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്ന് കത്തും. കത്തുന്നോ? അത് നിനക്കങ്ങനെ അറിയാം? അതിനിപ്പോ ഇത്ര വലിയ കാര്യം എന്തുവാ? ആവണി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ആ അജ്ഞാതൻ നിങ്ങളെ കാറിലിട്ട് കത്തിക്കാൻ നോക്കിയെന്നോ? അത് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും ആ പേടി തട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
തൽക്കാലം ആ പേടിയോടുകൂടി കുറച്ചു കാലം ജീവിക്കും. പിന്നെ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടേ, ചെയ്ത് തെറ്റൊക്കെ ഏറ്റു പറഞ്ഞ് നന്നാവാനായിട്ട് സമയം പോലെ ഒന്ന് ഉപദേശിച്ചേക്ക്. നന്നായാലോ അല്ലേ മോഹനെ? നേരത്തെ പോലെ അല്ലല്ലോ ആവണി. ഇവിടെ മൊത്തത്തിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ട്. ആ അതൊരു കണക്കിന് നല്ലതാ. പിന്നെ മായാവതി എന്താ ധരിച്ചത്? എന്നെ അങ്ങ് ട്രാൻസ്ഫർ അടിച്ചാൽ ഞാൻ അവിടെ നിന്നു പോകുന്നു. ശരിയാ, ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി. പിന്നെ വേറെ വഴിയില്ലല്ലോ, പോയി ജോയിൻ ചെയ്തു. അതിൻ്റെതായ സമയക്രമങ്ങളുണ്ട് തിരിച്ചു വരാനായിട്ട്. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും തിരിച്ചിങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ വാങ്ങിച്ചു. ആവണിക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവളുടെ കൂടെ കാണും. എനിക്ക് അത്ര പ്രിയപ്പെട്ടവളാ ഇവള്. ഇവക്കെന്തെങ്കിലും സംഭവിച്ചാ ആ നിമിഷം ഞാനിവിടെ ഉണ്ടാവും. അത് ഓർത്താൻ നിങ്ങൾക്ക് കൊള്ളാം. എന്നാലും എന്റെ ചേച്ചി, എനിക്ക് ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചേച്ചിയെ കണ്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടി. ചേച്ചി സഹായത്തിന് വിളിച്ചതോ ആ രഘുവിനെ. എനിക്ക് വിശ്വസിക്കാൻ വയ്യ. പിന്നെ ദേ ഇവൻ, എന്റെ അമ്മോ എന്തൊരു അഭിനയമായിരുന്നു. തല്ല് കിട്ടിയവരെല്ലാം അത് അറിയിക്കുന്നുണ്ട് അല്ലേ ചേച്ചി? പിന്നല്ല, നീ ഇവിടുത്തെ ഓരോ ബുദ്ധിമുട്ട് വിളിച്ചു പറയുമ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാം അന്തം വിടുവായിരുന്നു ഞാൻ. അപ്പോഴായി എന്നെ വിളിച്ചേ, പിന്നെ പടപടയെന്ന് അങ്ങ് നടന്നു. പക്ഷെ ഇവിടെ ആരോടും അങ്ങേരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഏട്ടത്തി എന്തായി പറയണേ? ഇവിടെ ആരോടെങ്കിലും പറയാൻ പറ്റിയ കാര്യമാണോ? നാണക്കേടല്ലേ സുധ ചേച്ചി ആളെ വിട്ട് തല്ലിച്ചെന്ന് പറഞ്ഞാ? നല്ലതാ. ഇപ്പൊ ആ പിള്ളേരെയും കൂട്ടുപിടിച്ച് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ നടക്കുക. വേറെ വല്ല വഴിയുണ്ടോ? അവരുടെ കൂട്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ. എങ്കിലല്ലേ നീയായിട്ട് ഒട്ടാൻ പറ്റത്തുള്ളൂ. എന്തോ ആവണിയൊന്നും അറിയാൻ പാടില്ലാത്ത പോലെ. അതൊക്കെ എനിക്ക് അറിയാം ചേച്ചി. പിന്നെ ഈ മായാവതിക്ക് ശരിക്കും മാറ്റമുണ്ടോ? പിന്നെ നല്ല മാറ്റമുണ്ട്. വന്ന് എന്റെ സുഖവിവരമൊക്കെ അന്വേഷിച്ചു. ഹാ, എങ്കിൽ കൊള്ളാം. പിന്നെ വീട്ടിൽ നിന്ന് നല്ല വാർത്ത കേട്ടിട്ട് എത്ര നാളായി. പിന്നെ നിന്റെ ജോലിയുടെ കാര്യമല്ലേ, അത് പെട്ടെന്ന് തിരിച്ചു കയറാൻ പറ്റും. വലിയ കാലതാമസം വരത്തില്ല, എന്നാലും കുറച്ച് ഡിലേ വരും. മോഹൻ കുറ്റം ഏറ്റു പറയുവാണെങ്കിൽ പെട്ടെന്ന് നടക്കും. അവൻ കുറ്റം ഏറ്റു പറയും. പറഞ്ഞില്ലെങ്കിലേ ഇതുപോലൊന്നും ആയിരിക്കത്തില്ല കാര്യങ്ങൾ. ചേച്ചി, എനിക്ക് അയാളോട് സ്നേഹമില്ലെന്ന് കരുതി അയാൾ എന്റെ പിള്ളേരുടെ അച്ഛനാണ്. എന്റെ ആവണി, അതുകൊണ്ടാണ് ഞാൻ അവന്റെ കൈ തല്ലി ഓടിക്കാതിരുന്നത്. ഇല്ലെങ്കിൽ അവന്റെ കൈയും കാലും ഞാൻ തല്ലി ഓടിപ്പിച്ചേനെ, ഓരോന്ന് കാണിച്ചു വെച്ചിട്ട്. പിന്നെ മോഹനെ ഞാൻ എന്തെങ്കിലും ചെയ്യിക്കുമെന്ന് വിചാരിച്ചിട്ടേ നീ ഇനി എൻ്റെ അടുത്ത് കാര്യങ്ങളൊന്നും പറയത്തില്ലായിരിക്കുമല്ലോ. പക്ഷേ എന്നെ അറിയിക്കാനും ആൾക്കാരുണ്ട് കേട്ടോ. ആൾക്കാരുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഞങ്ങൾ രണ്ടുപേരേ ഒരു ടീമാ. ആ ഉവ്വ. ആ സുധ പറഞ്ഞ കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നി? അടങ്ങി ഒതുങ്ങിയിരുന്ന ജീവനോടെ ഇരിക്കാൻ തോന്നി. നമ്മളായിട്ടൊരു പ്രശ്നത്തിന് പോകാതിരുന്ന ബെറ്റർ അല്ലേന്ന് തോന്നി. എനിക്ക് ഈ സുധയെ നല്ല സംശയമുണ്ട്. മായ അത് വിട്ടുകളാ. ഇപ്പൊ എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത് ആമണിയുടെ ജോലി കളഞ്ഞിരിക്കുന്നത് മോഹനാണെന്നാ. നീ ഓരോന്ന് കുത്തിപ്പൊക്കിയാ എല്ലാരും അറിയും മോഹനല്ല അത് ചെയ്തതെന്ന്. പിന്നെ അജ്ഞാതം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനി പറച്ചിലൊന്നും ഉണ്ടാവില്ല, കത്തിച്ചോളെ. എന്റെ കിഷോർ, ആരും ഒന്നിന്റെയും പുറകെ പോകുന്നില്ല. അവളാണോന്ന് എനിക്കൊരു ചെറിയ സംശയം തോന്നി, അത്രേ ഉള്ളൂ. അവണി, എന്റെ കൂട്ടുകാരി പോയാ?
ആ പോയി. നിന്റെ കൂട്ടുകാരിക്ക് എന്നോട് പഴയ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. അയ്യോ ഇല്ല, ചേച്ചി പാവമാണ്. പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നു മായമ്മ ഇപ്പം എന്നോട് സ്നേഹത്തിലാ പെരുമാറുന്നതെന്നൊക്കെ. ആവണി, ഇനി മുതൽ നിന്നോട് സ്നേഹത്തോടെ പെരുമാറുക മാത്രമല്ല, യശോദാമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിന്റെ എല്ലാ കാര്യങ്ങളും, നിന്റെയും നിന്റെ കുഞ്ഞിന്റെയും എല്ലാ കാര്യങ്ങളും ഇനി മുതൽ നോക്കുന്നത് ഈ മായമ്മയായിരിക്കും. സന്തോഷായോ? ആ ആവണി, നിന്നോട് മോഹൻ ഓരോന്ന് കാണിക്കുന്നില്ലേ, അതൊന്നും ഓർത്ത് നീ ടെൻഷനൊന്നും എടുത്തു വെക്കണ്ട. കാരണം അത് നിന്നെ മാത്രമല്ല, നിന്റെ കുഞ്ഞിനെയും ബാധിക്കും. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മായമ്മ. നിങ്ങളും ഹാപ്പി അല്ലേ? ഞാനെന്നാ അങ്ങോട്ട്. ശരി ശരി. എന്താ? ഒന്നുമില്ല. ദേവു ഇവിടെ? ദൈവമുണ്ട്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ശരി. ആടാ. മായേ, സത്യമായിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? കിഷോർ, ഞാനൊന്ന് ആവണി സ്നേഹിക്കട്ടെ. പിന്നെ എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലേ, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഞാനൊന്ന് കാണട്ടെ. തൽക്കാലം അത്രേ ഉള്ളൂ.